ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ സിനിമാ ടീമിൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. കാലിക പ്രസക്തമായ ഒരു വിഷയം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. വലിയൊരു മെസ്സേജ് പ്രേക്ഷകരിലേക്ക് പകരുന്ന ഈ സിനിമ തീർത്തും ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതരായിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. പത്മരാജ്, രതീഷ്, രേണു സൗന്ദർ. രേണു സൗന്ദർ നമുക്കറിയാം, ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലെ നായികയാണ്. പോളി വിൽസൺ, അരിസ്റ്റോ സുരേഷ്, പിന്നെ നമ്മുടെ സംവിധായകൻ ഷിജു പനവൂർ, ഇദ്ദേഹവും ശക്തമായൊരു വേഷം അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശിവമുരളി, ഷിബു ലാബാൻ, സജി വെഞ്ഞാറമൂട്, നമ്മുടെ പ്രിയപ്പെട്ട നടൻ സുരാജ് വെഞ്ഞാറമൂട് ജ്യേഷ്ഠ സഹോദരനാണ് സജി വെഞ്ഞാറമൂട്. പിന്നെ കണ്ണൻ സാഗർ, ബിജു വർഗീസ്, അങ്ങനെ മിമിക്രി മേഖലയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ സിനിമയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ സിനിമയുടെ സംവിധായകൻ ഷിജു പനവൂർ, ഇദ്ദേഹം ആണ് രചനയും നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കേന്ദ്ര കഥാപാത്രത്തെയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പത്മരാജ് രതീഷിനോടൊപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊരു സിനിമയുടെയും സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിലേ സിനിമ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ ഈ സിനിമയ്ക്ക് 4 ഇൻവെസ്റ്റേഴ്സ് ആണ്. ശ്രീ എ വിജയൻ, ശ്രീ ബൽരാജ് റെഡ്ഡിയാർ, ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി അല്ലാതെ രണ്ടുപേരുള്ളത് ശ്രീ ട്രിനിറ്റി ബാബു, ശ്രീ ക്രിസ്റ്റിബായി സി. 4 ഇൻവെസ്റ്റേഴ്സ് ആണ്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതിൽ മനോഹരങ്ങളായ ഗാനങ്ങളാണ്. ഇതിൽ 3 ഗാനങ്ങളാണുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട അരിസ്റ്റോ സുരേഷ് പാടിയ ഒരു കള്ള് പാട്ട്, അല്ലാതെ 2 മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ്. അതിലൊരു മെലഡി പാടിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയും പോപ്പുലറായിട്ടുള്ള സിംഗർ അഖില ആനന്ദാണ്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്തിരിക്കുന്ന ഒന്ന് ശ്രീ സജി വെഞ്ഞാറമൂട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും ഇതിലൊരു വ്യത്യസ്ത കഥാപാത്രമാണ്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം കൂടുതൽ സംസാരിക്കും. പിന്നെ നമുക്ക് വളരെ പോപ്പുലറായിട്ടുള്ള നടനും കോമഡി സ്റ്റാറുമായ ശിവമുരളി, വോഡാഫോൺ കോമഡി സ്റ്റാർസിലേക്ക് സജീവ സാന്നിധ്യമാണ് ശിവമുരളി. അദ്ദേഹം ഇതിലൊരു രസകരമായിട്ടുള്ളൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അജയ് തുണ്ടത്തിൽ, ഈ ഫിലിമിൻ്റെ PRO ആണ്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാൻ ഇതിൻ്റെ സംവിധായകനും ഇതിലൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്ത ഷിജു പനവൂർ നിങ്ങളോട് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടന്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു സിനിമയാണ്. നമ്മുടെ നിലവിലെ ഇപ്പോൾ ഉള്ളൊരു സിനിമ കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രമേയത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. കൂടുതൽ രാത്രിയുടെ പശ്ചാത്തലത്തിൽ പോകുന്നൊരു സിനിമയാണ്. ഈ സിനിമയുടെ ഏകദേശം ഒരു 80% രാത്രിയാണ് കഥ നടക്കുന്നത്. ഇപ്പോൾ രാത്രിയുള്ള കഥ രാത്രി തന്നെ ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു ഷൂട്ടിംഗ് ഡേയ്സ് എല്ലാ ദിവസവും നമ്മൾ 2 മണിക്ക് തുടങ്ങി വെളുപ്പാങ്കാലത്ത് 6 മണി വരെ ഉറക്കമൊഴിഞ്ഞ് അത്ര കഷ്ടപ്പെട്ട് എടുത്തൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ലാഗില്ലാതെ നല്ല പാട്ടുകളുണ്ട്. ഒരു ഇടവേള ഭാഗം വരെ ഒരു യാത്ര മൂഡിൽ ഹൈ റേഞ്ചിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ സംഭവിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് കാര്യങ്ങളും, ഇടവേളയ്ക്ക് ശേഷം അമ്പൂരിയുടെ പശ്ചാത്തലത്തിൽ ഗ്രാമീണ രീതിയിൽ പോകുന്ന പടമാണ്. എൻഗേജിങ് ആണ്, ത്രില്ലിംഗ് ആണ്, ഫീൽ ഗുഡാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കോമഡി ഉണ്ട്, ട്രാജഡി ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്. ഒരു പാട്ട് പാടിയിരിക്കുന്നത് നജീം അർഷാദ്, ഒരു പാട്ട് അഖില ആനന്ദ്, ഒരു പാട്ട് അരിസ്റ്റോ സുരേഷ്. ഈ പാട്ടുകളെല്ലാം തന്നെ ഗംഭീര പാട്ടുകളാണ്. പ്രമേയം കൊണ്ട് വ്യത്യസ്തത പുലർത്തുന്ന സിനിമകൾ വിജയിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ പ്രമേയത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. നിങ്ങൾ മീഡിയ സപ്പോർട്ട് നല്ലതേക്ക് ഉണ്ടെങ്കിൽ സിനിമ ആൾക്കാരിലേക്ക് എത്തും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്. എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു. ഇതാണ് എനിക്ക് സിനിമയെക്കുറിച്ച് മൊത്തത്തിലൊന്ന് പറയാനുള്ളത്. രണ്ടാമത്തെ ചിത്രമാണത്. എൻ്റെ ആദ്യത്തെ ചിത്രം ഒരു ഹണിമൂൺ ട്രിപ്പ് എന്നൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് എന്നിട്ട് നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്നുള്ള സിനിമ. അത് ഈ നേരത്തെ ഡയറക്ടർ പറഞ്ഞ പോലെ വളരെയധികം കഷ്ടപ്പാടും ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചെടുത്ത സിനിമയാണ്. നിങ്ങളെല്ലാവരും അത് കണ്ട് അത് കാണാനുള്ള ഒരു സൗകര്യം നമ്മുടെ മീഡിയയിൽ നിന്നും അത് പുറത്തേക്ക് അതിനുള്ള ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത് അത് വളരെ നല്ലതായിട്ടൊന്ന് വിജയിപ്പിക്കാനുള്ളൊരു സംവിധാനം ഈ അവസരത്തിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ ചിത്രത്തിലെ പല കഥാപാത്രങ്ങളും നമ്മളുടെ ജീവിതത്തിൽ തന്നെ വന്നു പോയതുപോലെ ഒരു അനുഭവം ഈ ചിത്രം കാണുമ്പോൾ പ്രേക്ഷകർക്കുണ്ടാവും. ആയതിനാൽ ഈ ചിത്രം കണ്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ ആമുഖ പ്രസംഗത്തിൽ തന്നെ നമ്മുടെ PRO അജയ് തുണ്ടത്തിലും അതുപോലെ തന്നെ സംവിധായകനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതാ ഫിലിംസിൻ്റെ ബാനറിൽ ഇതിനു മുമ്പും പല ചിത്രങ്ങളും ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ സിനിമയോടുള്ള ഒരു പാഷൻ കൊണ്ട് തന്നെ ആ ഒരു ടീം വർക്ക് വളരെ സജീവമായി നിന്നുകൊണ്ട്, അതിലുപരി ഈ നമ്മുടെ സംവിധായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വെഞ്ഞാറമൂടിനടുത്ത് പനമൂർ സ്വദേശിയാണ്. ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് ചില ഷോർട്ട് ഫിലിമുകളുടെ മേക്കിങ്ങുമായിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അതിൽ ഒരു ഗസ്റ്റായി അതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയുന്നത്. വളരെ നിരവധിയായ ഹിറ്റ് ഷോർട്ട് ഫിലിമുകൾ ചെയ്തുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു അംബിഷനാണ്, ആഗ്രഹമാണ്. അങ്ങനെ അദ്ദേഹം വർഷങ്ങളായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് നല്ല ഒരു ശക്തമായ പ്രമേയം. നമ്മൾ സിനിമകൾ ഇപ്പോൾ നടന്നു പോകുമ്പോൾ തന്നെ പ്രമേയത്തിനൊക്കെ പ്രസക്തിയില്ലാത്ത സിനിമകൾ ഉള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ വളരെ ശക്തമായ ഒരു പ്രമേയം ആവിഷ്കരിച്ചുകൊണ്ട് ഒരു സ്ത്രീ പുരുഷ ബന്ധം, അതിൻ്റെ തീവ്രത, അതിൻ്റെ സ്നേഹം, അത് എത്തരത്തിൽ ആണ് സമൂഹം ചിന്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നുള്ള വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും അതിലുപരി നല്ല മനോഹരമായ ഒരു ക്യാമറ നമ്മുടെ വിശ്വം, അദ്ദേഹത്തിൻ്റെ ജഗദീഷ് വിശ്വം. ഞാനത് സൂചിപ്പിച്ചത്, ഞാൻ ഈ സിനിമയിൽ ഞാൻ അങ്ങനെ ഒരുപാട് സിനിമ ചെയ്തിട്ടില്ലെങ്കിലും വളരെ കുറച്ച് സിനിമകൾ ചെയ്തുവെങ്കിലും ഇതൊരു ബെസ്റ്റ് യാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ അതൊരു സീരിയസ് ട്രാക്കിൽ പോയിട്ട് അതൊരു കോമഡി പശ്ചാത്തലത്തിലേക്ക് വരുന്ന രീതിയിൽ എനിക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളതൊന്നും ഒരുപാട് ഡയലോഗ് കാര്യങ്ങളില്ലെങ്കിൽ കൂടിയും അത് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അത് വളരെ മനോഹരമായിട്ട് ഇതിനെ ചിത്രീകരിക്കുന്നതിൽ നമ്മുടെ ക്യാമറാമാൻ്റെ അധികമായ പങ്കുണ്ട്. അതുപോലെ തന്നെ ഇതൊരു മലയോര പ്രദേശം, നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്ത വളരെ നല്ല ഒരു വിഷ്വൽസ്, നല്ലൊരു രീതിയിലാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 22-ാം തീയതി ഇത് റിലീസാവുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു ടീം വർക്കായിട്ട് നിന്നുകൊണ്ട് ഈ സിനിമയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മളെല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. എസ്പെഷ്യലി മീഡിയാസിൻ്റെ പ്രിൻ്റഡ് ആയാലും വിഷ്വലായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇതിൻ്റെ വിജയം. ഏതൊരു പരിപാടിയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കർത്തവ്യമാണ്, കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രതീഷ് പത്മരാജനും രേണു സൗന്ദർ, അതുപോലെ തന്നെ പൗളി വിൽസൺ, അരിസ്റ്റോ സുരേഷ് തുടങ്ങിയ നല്ലൊരു താരനിര, ചെറുതും വലുതുമായ ഒട്ടനവധി ആർട്ടിസ്റ്റുകൾ, പുതുമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പുതുമുഖങ്ങൾ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ മീഡിയ രംഗത്ത്, TV മാധ്യമ രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ വോഡഫോൺ കോമഡി സ്റ്റാറിലൊക്കെ എന്നും നമ്മുടെ കുടുംബ സദസ്സുകൾക്ക് സുപരിചിതമായിട്ടുള്ള ശിവമുരളി, അദ്ദേഹം സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അങ്ങനെ സ്റ്റേജിലുള്ള എക്സ്പീരിയൻസിൽ നിന്നും വന്നിട്ടുള്ള നിരവധിയായ വർഷങ്ങളായി ഈ കലാരംഗത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതിലുപരി നമ്മുടെ വേദിയിലുള്ള അഖില ആനന്ദ്, നജീം അർഷാദ്, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ അരിസ്റ്റോ സുരേഷ് ചേട്ടൻ്റെ ആ ഒരു സ്റ്റൈലിലുള്ള പാട്ട്, അങ്ങനെയൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന, പ്രേക്ഷകർക്ക് തീർച്ചയായും 2 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ എല്ലാവരും കാണണം. അത് കാണിക്കുന്നതിലേക്കുള്ള ഒരു കർത്തവ്യമായി ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശിവമുരളിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അഖില ആനന്ദിൻ്റെ
രണ്ടു വാക്കും പിന്നെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. രണ്ടുപേരും പാടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സിനിമയിലൊരു മെലോഡിയസ് ആയിട്ടൊരു ഗാനം ആലപിച്ചിട്ടുണ്ടാക്കില്ല. നമുക്ക് അതുകൂടെ കേൾക്കാൻ പറ്റുമോ നോക്കാം. ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇതിൻ്റെ സംഗീത സംവിധായകൻ ശ്രീ രാജ്മോഹൻ വെള്ളനാടാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഭക്തിഗാനങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ 3 പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. അതിൽ 2 പാട്ടുകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഞാൻ പാടിയ പാട്ട് റിലീസായിട്ടില്ല. വളരെ നല്ലൊരു മെലഡി സോങ് ആണ്, ഡ്യുവറ്റ് സോങ് ആണ്. എനിക്ക് പറയാനുള്ളത് സിനിമ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. സിനിമ പൂർത്തിയാക്കി അത് തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ സപ്പോർട്ടാണ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഈ അവസരത്തിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതിൽ ഞാൻ പാടിയ പാട്ട് കുറച്ച് 2 വരി പാടാം. മായാതെയായി നീ മായുന്നുവോ, ഒഴുകി നീ എൻ സിരകളിൽ. മായാതെയായി നീ മായുന്നുവോ, ഒഴുകി നീ എൻ സിരകളിൽ. പിരിയുവാൻ നിനക്കാകുമോ പടരുമീ പൂവനികളിൽ. അങ്ങനെ പോകുന്നു. ഒരു വിരഹഗാനം എന്ന് തോന്നുന്നു. അതെ അതെ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം ആദ്യമേ നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട ഇതിൻ്റെ സംവിധായകൻ ശ്രീ ഷിജു പനവൂർ സാറിനോടാണ്. കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ശക്തമായ ഒരു കഥാപാത്രം എന്നിൽ വിശ്വസിച്ച് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് ബഹുമാനപ്പെട്ട ശ്രീ ഷിജു പനവൂരേട്ടനാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ സിനിമ എടുത്തത്. കാരണം കുറച്ച് സമയം അദ്ദേഹത്തിൻ്റെ കൂടൊപ്പം ചിലവഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയുടെ ആദ്യ പകുതി തന്നെ ബസ്സിനകത്ത് കിടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ പല സ്ഥലത്ത് വെച്ചും പരിചയപ്പെടാറുണ്ട്. ട്രെയിനിൽ വെച്ചും പ്ലെയിനിൽ വെച്ചും ബസ്സിൽ വെച്ചും അങ്ങനെ പലതരത്തിലുള്ള ക്യാരക്ടറുകൾ ഉൾപ്പെടുന്ന ഒരു യാത്രയാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പ്രിവ്യൂ ഷോ കണ്ടപ്പോഴും ഒരുപാട് അഭിമാനം തോന്നി. കാരണം ഒരുപാട് ഷോർട്ട് ഫിലിം എടുത്ത പരിചയം വെച്ചിട്ട് ഒരു മലയാള സിനിമ ഒരു നവാഗത സംവിധായകൻ ഇത്രയും മനോഹരമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിനെല്ലാവരുടെയും സപ്പോർട്ട് വേണം. സിനിമയ്ക്ക് ഇതൊരു കുഞ്ഞു സിനിമയാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ള കലാകാരന്മാർ ഒരുപാട് പേര് ഇതിനകത്ത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത ഇതിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും പടം തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഈ ഒരു കുഞ്ഞു സിനിമയെ ഒരു വൻപിച്ച വിജയത്തോടു കൂടി തന്നെ എത്തിക്കണം. എന്നാലേ ഈ ടീം വെച്ച് എന്നെ അടുത്തൊരു പടം തുടങ്ങുകയുള്ളൂ. ഞങ്ങളെപ്പോലുള്ളവർക്ക് നല്ലൊരു വേഷവും കിട്ടുകയുള്ളൂ. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ശിവമുരളി നമ്മൾ നേരത്തെ വിശേഷിപ്പിച്ചപ്പോൾ നടൻ, കോമഡി സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തെ പറയാൻ വിട്ടുപോയൊരു കഴിവ്. അദ്ദേഹം അസാധ്യമായിട്ട് എഴുതുന്ന ഒരാളാണ്. അദ്ദേഹം പല സിനിമകൾക്കും ഈ സ്ക്രിപ്റ്റിൽ മുഹൂർത്തങ്ങൾ ഒരുക്കുന്നതിൽ അദ്ദേഹത്തെ പല സിനിമാക്കാരും വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ രസകരങ്ങളായിട്ടുള്ള സ്ക്രിപ്റ്റുകളിൽ സിനിമകൾ നമുക്ക് വരും നാളുകളിൽ കാണാൻ സാധിക്കും. എല്ലാ ഭാവങ്ങളും ശിവമുരളിക്ക് അതിലും കൂടി നേരുകയാണ്. നമ്മളിപ്പോൾ കേരളത്തിലെ പ്രമുഖ സെൻറ്ററുകളിലെ ഒരു 30 സ്റ്റേഷനാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ പ്രമുഖ സെൻറ്ററുകളിലും തിയേറ്ററിൽ ചെയ്യുന്നുണ്ടാവും. അത് ഈ ബഡ്ജറ്റഡ് ഫിലിംസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന തിയേറ്ററുകൾ കിട്ടാറില്ല. അഥവാ കിട്ടിയാൽ തന്നെയും നമുക്ക് ഈ സിനിമയുടെ ഒരു ജോണറിനനുസരിച്ചുള്ള ഷോർട്ട് ടൈംസ് കിട്ടാറില്ല. പലപ്പോഴും ഈ സമയം സ്പ്ലിറ്റ് ചെയ്തൊക്കെയാണ് കൊടുക്കുന്നത്. 11:30 ഉച്ചയ്ക്കൊരു ഷോ, അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഷോ രാത്രി 9:30 ഒരു ഷോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രമീകരണം സത്യത്തിൽ ഇത്തരം ചെറു പടങ്ങളെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു വിഷയം. ഇപ്പോൾ ആക്ച്വലി ഈ സിനിമ ഫെബ്രുവരി 23 റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഈ ഫിയോക്കിൻ്റെ തിയേറ്റർ വിലക്ക് കാരണം റിലീസ് ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ മഞ്ജുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് സാധ്യമായി.
അത് നല്ല സിനിമയാണ്. അത് കേരളം വിട്ടും കാശുണ്ടാക്കുന്നുണ്ട്, അഭിപ്രായം ഉണ്ടാക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരേ ഡേറ്റിൽ 3-4 പടങ്ങൾ റിലീസിന് വെച്ചിട്ട് ഒരു പടം മാത്രം അത് നേരത്തെ ഡേറ്റ് ഫിക്സ് ആയതാണെന്ന് പറഞ്ഞിട്ട് അതിന് മാത്രം റിലീസ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ, കാരണം നമ്മളെ പോലെയുള്ള ഈ ബഡ്ജറ്റഡ് ഫിലിംസ് ആ സമയത്ത് 23 ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് പ്രൊമോഷൻസ്, ഒരുപാട് കാശ് മുടക്കി ഒരുപാട് പ്രൊമോഷൻസ്, അപ്പം അതിനുവേണ്ടിയുള്ള പോസ്റ്റേഴ്സ്, സ്റ്റാൻഡീസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ എല്ലാം സജ്ജമായി ഒരുങ്ങിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഇടി വീഴുന്നത് പോലെ 23-ാം തീയതി തിയേറ്റർ വിലക്കാണ്, പടങ്ങളൊന്നും റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അപ്പം അങ്ങനെ ഒരു ഓർഡർ വരുമ്പോഴത്തേക്കും നമ്മളെ പോലെയുള്ള ഈ ചെറിയ പടം ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ഈ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്താണ് ഇത്തരത്തിലുള്ള സിനിമകൾ തിയേറ്ററിൽ എത്തുന്നത്. അപ്പം പത്രക്കാരുടെ ഒരു അകമഴിഞ്ഞ സപ്പോർട്ട് മാത്രമാണ് ഇത്തരം സിനിമാക്കാരുടെ മുമ്പിലുള്ള ഏക പിടിവള്ളി. അപ്പം അതുകൊണ്ട് മാക്സിമം ഈ മീഡിയക്കാരുടെ സപ്പോർട്ട്, നിങ്ങളുടെ ഇന്ന് വരാതിരിക്കുന്ന അല്ലെങ്കിൽ വരാത്ത പത്രക്കാർ, നിങ്ങളുടെ സൗഹൃദങ്ങളിലുള്ളവരോടും ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുകയോ ഇതിൻ്റെ മാറ്റർ ഒന്ന് ഷെയർ ചെയ്യുകയോ ചെയ്ത് മാക്സിമം സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ വക ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ മാർച്ച് 22-നാണ് പടം തിയേറ്ററുകളിൽ എത്തുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമസ്കാരം, ഞാൻ അഖില ആനന്ദ്. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന പുതിയ സിനിമയിൽ ഞാനൊരു മനോഹരമായ പാട്ട് പാടിയിട്ടുണ്ട്. നല്ലൊരു മെലഡി ഡുവറ്റ് സോങ് ആണ്. രാജ്മോഹൻ വെള്ളനാടാണ് സംഗീത സംവിധായകൻ. അപ്പോൾ ഈ വരുന്ന 22-ാം തീയതി ഈ പുതിയ ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. നല്ലൊരു പാട്ടാണ്. പാട്ടുകളും തീർച്ചയായിട്ടും ഇതുവരെ കിട്ടിയ സപ്പോർട്ട് ഇനിയും തുടർന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ശിവമുരളി എന്നാണ്. ഏഷ്യാനിലെ കോമഡി സ്റ്റാഴ്സിലൂടെയും മറ്റ് ചാനലിലെ കോമഡി പരിപാടികളുടെയും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. വർഷങ്ങളായിട്ട് മിമിക്രി രംഗത്ത് നിൽക്കുന്ന ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മിമിക്രി കലാകാരൻ എന്നുള്ള നിലയിൽ ശക്തമായിട്ട് ഒരു വേഷം അല്ലെങ്കിൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എനിക്ക് ഉണ്ടായത്. അത് ഈ പറഞ്ഞ എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന സിനിമയാണ്. മാതാ ഫിലിംസിൻ്റെ ബാനറിൽ ശ്രീ ഷിജു പനവൂർ സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു കുഞ്ഞു സിനിമയാണ്. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കുഞ്ഞു സിനിമ ഒരു വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നെപ്പോലെ ഒരുപാട് മിമിക്രി കലാകാരന്മാർ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും വർഷങ്ങളുടെ എക്സ്പീരിയൻസും കഴിവുള്ള കലാകാരന്മാരാണ്. അവർക്കെല്ലാം നല്ലൊരു ക്യാരക്ടർ കിട്ടുന്നത് ചിലപ്പോൾ ഈ സിനിമയിലൂടെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം. അതിലുപരി ഈ ഒരു കുഞ്ഞു സിനിമ വിജയിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ, അതുപോലെ എല്ലാ നമ്മുടെ വാർത്താവിനിമയ രംഗത്ത് നിൽക്കുന്ന എല്ലാ നല്ലവരായ സുഹൃത്തുക്കളും ഈ ഒരു കുഞ്ഞു സിനിമയെ വിജയിപ്പിച്ച് ഞങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഇതിൽ സുഗുണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, തന്നെ നാട്ടും പുറത്തുകാരന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 2-3 സീൻ ഉള്ളെങ്കിലും അത് സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ ഷിജു പനൂർ സാറിനോട് ഈ ഒരു വേഷം തന്നതിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. എല്ലാ ക്രൂ മെമ്പേഴ്സിനോട് നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക് യു വെരി മച്ച്. ഞാൻ അഭിനയിച്ചൊരു ചെറിയ സിനിമ ഈ മാസം 22-ാം തീയതി വെള്ളിയാഴ്ച റിലീസാവുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രസ് മീറ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇതൊരു ബസ്സിൽ നടക്കുന്ന സംഭവ വികാസം, അതായത് ഒരു ബസ് യാത്ര, നൈറ്റ് മോഡലാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ പല ടൈപ്പ് ആളുകൾ, നമുക്കറിയാം നമ്മുടെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ രീതി, അത്തരത്തിൽ പല സ്വഭാവക്കാരായ ആളുകളുടെ സവിശേഷതകളാണ് ഇതിൽ ഉള്ളത്. അതിലെൻ്റെ ഭാഗമെന്ന് പറയുന്നത്, ഞാൻ വളരെ ഒരു യാത്രക്കാരനാണ്, വളരെ സീരിയസ് ആയ ഒരു കഥാപാത്രം, പിന്നീട് അതൊരു കോമഡി ട്രാക്കിലേക്ക് പോകുന്ന രസകരമായ ഒരു ചിത്രമാണ്. അതിലുപരി ഈ ചിത്രം വളരെ പ്രമേയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എടുത്തിട്ടുള്ള ഷിജു പനവൂർ സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ തന്നെ കഥയിൽ മാതാ ഫിലിംസിൻ്റെ ബാനറിലാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. തീർച്ചയായും പ്രേക്ഷകർക്ക് വളരെ എൻ്റർടൈൻഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. നല്ലൊരു താരനിര തന്നെ ഇതിനകത്തുണ്ട്. നമ്മുടെ പത്മരാജൻ രതീഷ്, അതുപോലെ തന്നെ രേണു സൗന്ദർ, പൗളി വിൽസൺ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അരിസ്റ്റോ സുരേഷ്, സിനിമയിലെയും അതുപോലെ തന്നെ മിനി സ്ക്രീനിലെയും ഉള്ള നിരവധിയായ താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായി ജഗദീഷ് വിശ്വം ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. 22-ാം തീയതി തിയേറ്ററുകളിൽ പോയി തന്നെ എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മാതാ ഫിലിംസിൻ്റെ ബാനറിൽ
ഞാൻ തന്നെയാണ് സംവിധാനം ചെയ്തത്. പേര് ഷിജു പനവൂർ. എൻ്റെ രചനാ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഞാനാണ്. സിനിമ മലയാളത്തിലെ പ്രശസ്തരായ നടീനടന്മാരെ ഉൾപ്പെടുത്തി കണ്ടൻറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ മാർച്ച് 22-ന് നിങ്ങളുടെ എല്ലാ തൊട്ടടുത്ത തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. മികച്ച ഗാനങ്ങളുണ്ട്, നല്ലൊരു സ്റ്റോറി ലൈനപ്പ് ഉള്ളൊരു പടമാണ്. ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി ത്രില്ലിങ്ങിലൂടെ പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഒരു ഫാമിലി ത്രില്ലിംഗ്, ഫൈനല് ഒരു ഫീൽ ഗുഡായിട്ട് അവസാനിക്കുന്ന ഒരു ഒട്ടും തന്നെ ലാഗില്ലാത്ത നല്ലൊരു പടമാണ്. ഫാമിലിക്ക്, കൂട്ടുകാർക്ക് എല്ലാവർക്കും വന്നിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. എല്ലാവരും വന്ന് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. കഴിയുമെങ്കിൽ ഒന്ന് സോഷ്യൽ മീഡിയയിൽ സിനിമയെക്കുറിച്ച് 2 വരി എഴുതുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് 100% ഞാൻ ഉറപ്പ് തരുന്നു. നല്ലൊരു പടമാണ്, വന്ന് കണ്ട് അനുഗ്രഹിക്കണം. താങ്ക് യു.